നമസ്കാരം. അന്താരാഷ്ട്ര പ്രതിരോധ രംഗത്ത് അമേരിക്കയെ ഞെട്ടിച്ചുകൊണ്ട് ഇറ്റലി കൈക്കൊണ്ട ഒരു നിർണായക തീരുമാനത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഇറാനുമായുള്ള സംഘർഷം കൊടുമ്പിരിക്കൊണ്ടിരിക്കെ തങ്ങളുടെ ആയുധം വഹിച്ച വിമാനങ്ങൾക്ക് താവളമൊരുക്കാൻ വന്ന വൻ ശക്തിയായ അമേരിക്കയോട് ഇറ്റലി പറഞ്ഞത് ഒരേ ഒരു വാക്കാണ്: നോ. സംഭവം നടക്കുന്നത് ഇറ്റലിയിലെ സിസിലിയിലുള്ള സിഗോണല്ല നേവി ബേസിലാണ്. ലോകമെമ്പാടും സൈനിക താവളങ്ങളുള്ള അമേരിക്കയ്ക്ക് യൂറോപ്പിലെ ഏറ്റവും പ്രധാനപ്പെട്ട താവളങ്ങളിൽ ഒന്നാണിത്. എന്നാൽ കഴിഞ്ഞ ദിവസം മാരകമായ ആയുധങ്ങളും ബോംബുകളുമായി ഇറാൻ ലക്ഷ്യമാക്കി പറന്ന അമേരിക്കൻ ബോംബർ വിമാനങ്ങൾക്ക് ഇവിടെ ഇറങ്ങാൻ ഇറ്റലി അനുമതി നിഷേധിച്ചു. എന്തുകൊണ്ടാണ് ഇറ്റലി ഇത്തരമൊരു നിലപാട് എടുത്തത്? കേവലം ഒരു സാങ്കേതിക പ്രശ്നമാണോ ഇതിനു പിന്നിൽ? ഇറ്റാലിയൻ പത്രമായ കൊറിയറെ ഡെല്ല സെറ പുറത്തുവിട്ട റിപ്പോർട്ടുകൾ പ്രകാരം അമേരിക്ക ഇറ്റലിയുടെ പരമാധികാരത്തെയും നിയമങ്ങളെയും മറികടക്കാൻ ശ്രമിച്ചു എന്നതാണ് വസ്തുത. ഏതൊരു വിദേശ വിമാനം ഒരു രാജ്യത്തെ താവളത്തിൽ ഇറങ്ങണമെങ്കിലും കൃത്യമായ ഓതറൈസേഷൻ പ്രൊസീജിയറുകൾ ഉണ്ട്. എന്നാൽ ഈ വിമാനങ്ങൾ ആകാശത്ത് വെച്ച് സിസിലി ലക്ഷ്യമാക്കി പറന്നുകൊണ്ടിരിക്കുമ്പോഴാണ് അമേരിക്ക ഇറ്റലിയോട് അനുമതി ചോദിക്കുന്നത്. അതായത് അനുമതി കിട്ടുന്നതിന് മുൻപേ വിമാനങ്ങൾ പുറപ്പെട്ടു കഴിഞ്ഞു. ഇത് ഇറ്റാലിയൻ പ്രതിരോധ മന്ത്രാലയത്തെ ചൊടിപ്പിച്ചു. നമ്മൾ ആലോചിക്കേണ്ട കാര്യം, നാറ്റോ സഖ്യത്തിലെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളാണ് അമേരിക്കയും ഇറ്റലിയും. എന്നിട്ടും അമേരിക്കയുടെ ബോംബർ വിമാനങ്ങളെ തടയാൻ ഇറ്റലി കാണിച്ച ധൈര്യം ചെറുതല്ല. ഇറാൻ അമേരിക്ക സംഘർഷത്തിൽ നേരിട്ട് ഭാഗമാകാൻ തങ്ങൾ ആഗ്രഹിക്കുന്നില്ല എന്ന വ്യക്തമായ സൂചന കൂടിയാവാം ഇറ്റലി ഇതിലൂടെ നൽകുന്നത്. ഇറ്റലിയിലെ ഈ താവളം അമേരിക്കൻ നാവികസേനയുടെ നിയന്ത്രണത്തിലാണെങ്കിലും അത് ഇറ്റാലിയൻ മണ്ണിലാണ്. അവിടെ എന്ത് നടക്കണം എന്ന് തീരുമാനിക്കാനുള്ള അവസാന അവകാശം ഇറ്റലിക്കാണ്. അന്താരാഷ്ട്ര നിയമങ്ങളും നടപടിക്രമങ്ങളും പാലിക്കാതെ തങ്ങളുടെ മണ്ണിൽ ഒരു സൈനിക നീക്കവും അനുവദിക്കില്ലെന്ന് ഇറ്റലി പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ വാർത്ത പുറത്തുവിട്ട ദി ഗാർഡിയൻ റിപ്പോർട്ട് ചെയ്യുന്നത് പ്രകാരം മിഡിൽ ഈസ്റ്റിലേക്ക് പോകുന്ന വഴിക്ക് ഇന്ധനം നിറയ്ക്കാനും മറ്റുമായിരുന്നു ഈ ബോംബറുകൾ ഇവിടെ ഇറങ്ങാൻ തീരുമാനിച്ചത്. എന്നാൽ ഇറ്റലിയുടെ നോ അമേരിക്കയെ വലിയ പ്രതിസന്ധിയിലാക്കി. കാരണം ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തുന്നതിനു മുൻപ് വിമാനങ്ങൾക്ക് മറ്റ് താവളങ്ങൾ കണ്ടെത്തേണ്ടി വരും. ഇതൊരു വലിയ പാഠമാണ്. എത്ര വലിയ വൻ ശക്തിയാണെങ്കിലും മറ്റു രാജ്യങ്ങളുടെ നിയമങ്ങളെ ബഹുമാനിക്കണമെന്ന സന്ദേശമാണ് ഇറ്റലി നൽകുന്നത്. അമേരിക്കയും ഇറാനും തമ്മിലുള്ള യുദ്ധം ലോകത്തെ തന്നെ വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടാനിരിക്കെ യൂറോപ്യൻ രാജ്യങ്ങളുടെ ഇത്തരമൊരു നിലപാട് വളരെ നിർണായകമാണ്. ഇറ്റലിയുടെ ഈ തീരുമാനത്തെക്കുറിച്ച് നിങ്ങൾ എന്തു കരുതുന്നു? അമേരിക്കയുടെ ഈ നടപടി മറ്റ് സഖ്യകക്ഷികളെയും ചൊടിപ്പിക്കുമോ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. നന്ദി.